ഹലോ ഫ്രണ്ട്സ്, എല്ലാ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളിന്ന് NCERT എക്സസൈസ് 3.3 വർക്കൗട്ട് ചെയ്യാൻ പോവുക. നമ്മുടെ എല്ലാ കൺസെപ്റ്റുകളും നമ്മൾ ആ ചാപ്റ്ററിൽ വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരുവിധം സെറ്റായിട്ടിരിക്കുക. നമുക്ക് ഇനി എന്താ ബാക്കിയുള്ളത്? ആ 3.3 എക്സസൈസും കൂടെ ബാക്കിയുണ്ട്. ആ എക്സസൈസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ, കുറച്ച് ഐഡന്റിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഐഡന്റിറ്റീസും ആ സെറ്റ് ഓഫ് ഇക്വേഷൻസും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യണം അല്ലേ. ഈ കാണുന്ന കുറേ ഐഡന്റിറ്റീസ് ഉണ്ടോ, ഈ ഐഡന്റിറ്റീസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാനുള്ളതാ, നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ലയോ. ഇത് ഉപയോഗിച്ച് നമ്മൾ എക്സാമ്പിളായിട്ട് വർക്കൗട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഈ പറയുന്ന ഐഡന്റിറ്റീസും പിന്നെ ഒരു 4 സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്യാം. അപ്പം ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഇതുവരെ നമുക്ക് ഈ ഒരു, ഞാൻ പറഞ്ഞില്ലേ ട്രിഗണോമെട്രി എല്ലാവരും പാടാണെന്ന് പറയുമെങ്കിലും നമ്മളെങ്ങനെയാണ് ചെയ്തത്, നമ്മളത് അടുക്കി ഓരോ സെക്ഷനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷൻ കൂടെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ട്രിഗണോമെട്രി ചാപ്റ്റർ നിങ്ങൾ തറവാവും. അപ്പോൾ എന്തായാലും നോക്കിക്കോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. നോക്കിയേ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് സൈൻ സ്ക്വയർ പൈ ബൈ 6 പ്ലസ് കോസ് സ്ക്വയർ പൈ ബൈ 3 മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ 4 ഈസ് ഈക്വൽ ടു -1/2. നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, ഈസിയാണ് പ്രൂവ് ചെയ്യാം. കാരണം എന്താ, ഈ വാല്യൂസ് എല്ലാം നമുക്ക് അറിയാം അല്ലേ. സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും ഒക്കെ പൈ ബൈ 3, പൈ ബൈ 6, പൈ ബൈ 4 വാല്യൂസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. നമ്മളത് വൃത്തിയായിട്ട് പഠിച്ചിട്ടുള്ളതല്ലയോ. കുറേ പ്രോബ്ലംസ് ചെയ്ത് ആ വാല്യൂസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് കാണാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതാ നോക്കിയാൽ സൈൻ സ്ക്വയർ പൈ ബൈ 6 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകും. ആദ്യം നമ്മൾ LHS എടുക്കും, ടേക്കിംഗ് LHS. നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോവുക, LHS എടുക്കും. ഓക്കെ, ടേക്കിംഗ് LHS എന്താ കിടക്കുന്നത്? സൈൻ സ്ക്വയർ പൈ ബൈ 6. സൈൻ പൈ ബൈ 6 നമുക്കറിയാം. സൈൻ പൈ ബൈ 6 എത്ര? സൈൻ പൈ ബൈ 6 എന്ന് പറയുമ്പോൾ സൈൻ 30 അല്ലേ. സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്ര? 1/2. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, സൈൻ സ്ക്വയർ പൈ ബൈ 6. സൈൻ സ്ക്വയർ പൈ ബൈ 6 എന്ന് പറയുമ്പോൾ ഒന്നുമില്ലടാ, 1/2ൻ്റെ എന്ത് ചെയ്താൽ മതി, സ്ക്വയർ എടുത്താൽ മതി. എത്ര? 1/4. അത്രയേ ഉള്ളൂ, സിമ്പിൾ. സോ സൈൻ സ്ക്വയർ പൈ ബൈ 6 നമുക്ക് എന്ത് കിട്ടി, 1/4 പ്ലസ് കോസ് സ്ക്വയർ പൈ ബൈ 3. കോസ് പൈ ബൈ 3 എത്ര? കോസ് 60 എത്ര? 1/2. കോസ് സ്ക്വയർ പൈ ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര? 1/2ൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അത് എത്ര? 1/4 മൈനസ് ടാൻ പൈ ബൈ 4. ടാൻ സ്ക്വയർ പൈ ബൈ 4 ആണ് വേണ്ടത്. ടാൻ പൈ ബൈ 4 എത്ര? 1. അപ്പോൾ ടാൻ സ്ക്വയർ പൈ ബൈ 4 എത്ര? 1ൻ്റെ സ്ക്വയർ 1 തന്നെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതെന്ത് ചെയ്യും ചെയ്യുമ്പം 1/4 പ്ലസ് 1/4, അതായത് 2/4 മൈനസ് 1, വിച്ച് ഈസ് ഈക്വൽ ടു 2ഉം 4ഉം കൂടെ കട്ട് ചെയ്യാം. സോ 1/2 മൈനസ് 1 അല്ലേ. അരയിൽ നിന്ന് 1 പോയാൽ മൈനസ് അര. ഓക്കെ, സോ 1/2 മൈനസ് 1 എത്ര കിട്ടും? -1/2. സോ LHS കിട്ടി, LHS -1/2 കിട്ടി. നമ്മുടെ ഈ കിടക്കുന്ന RHS എന്താ? -1/2. സോ നമുക്ക് പറയാം LHS ഈസ് ഈക്വൽ ടു RHS. പിന്നെ വേണമെങ്കിൽ പറയാം ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, അങ്ങനെ ഇതാ നോക്കിയേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 ഇൻറ്റു ടേക്കിംഗ് LHS. എപ്പോഴും എഴുതണ്ടല്ലേ, ടേക്കിംഗ് LHS എഴുതുക. ടേക്കിംഗ് LHS 2 ഇൻറ്റു സൈൻ പൈ ബൈ 6 എത്ര? സൈൻ പൈ ബൈ 6 എന്ന് പറയുമ്പോൾ സൈൻ 30, അത് 1/2. സൈൻ സ്ക്വയർ പൈ ബൈ 6 എന്ന് പറയുമ്പോഴോ 1/2ൻ്റെ സ്ക്വയർ, അത് എന്ത് വരും? 1/4 വരും. പ്ലസ് ഇവിടെ അതാ നോക്കിയേ കൊസീക് സ്ക്വയർ 7 പൈ ബൈ 6 കിടപ്പുണ്ട്. നമുക്ക് ആര് കിടപ്പുണ്ട്? കൊസീക് സ്ക്വയർ 7 പൈ ബൈ 6 കിടപ്പുണ്ട്. അപ്പോൾ കൊസീക് സ്ക്വയർ 7 പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ എത്ര? നമുക്ക് ആദ്യം കൊസീക്ക് 7 പൈ ബൈ 6 എത്ര നോക്കാം. കൊസീക്ക് 7 പൈ ബൈ 6 എത്ര നോക്കാം. ഓക്കെ, കൊസീക്ക് 7 പൈ ബൈ 6 എന്ന് പറയുമ്പോൾ എത്ര? കൊസീക്ക് ഓഫ്, നമുക്ക് ഇങ്ങനെ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 7 പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ എത്ര? 6 പൈ ബൈ 6ൻ്റെ കൂടെ 1 പൈ ബൈ 6ഉം കൂടെ കൂട്ടിയാൽ മതി. നമുക്ക് എത്ര പൈ ബൈ 6 കിട്ടും? 7 പൈ ബൈ 6 കിട്ടും. സോ 6 പൈ ബൈ 6 പ്ലസ് പൈ ബൈ 6, അപ്പോൾ എത്രയായി? 7 പൈ ബൈ 6 ആയി, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? 6ഉം 6ഉം കട്ട് ചെയ്ത് പോവാം. സോ കൊസീക്ക് ഓഫ് പൈ പ്ലസ് പൈ ബൈ 6, കൊസീക്ക് ഓഫ് പൈ പ്ലസ് പൈ ബൈ 6, വിച്ച് ഈസ് ഈക്വൽ ടു കൊസീക്ക് ഓഫ് 180 പ്ലസ് തീറ്റ, പൈ പ്ലസ് തീറ്റ അല്ലേ. അങ്ങനെ വന്നിരിക്കുന്നത് കൊസീക്ക് ഓഫ് 180 പ്ലസ് തീറ്റ. നമുക്കറിയാം പൈ പ്ലസ് തീറ്റ, പൈ മൈനസ് തീറ്റ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. സോ കൊസീക്ക് ഓഫ് 180 പ്ലസ് തീറ്റ അല്ലെങ്കിൽ പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കൊസീക്ക് തീറ്റ തന്നെ, അല്ലെങ്കിൽ കൊസീക് പൈ ബൈ 6നെ. ഇനി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതിന് നമ്മൾ എന്തോ നോക്കും? ഈ ക്വാഡ്രന്റ് എവിടെയാണെന്ന് നോക്കും. പൈ പ്ലസ് പൈ ബൈ 6 എന്ന് പറയുന്ന ക്വാഡ്രന്റ് എവിടെയാണെന്ന് നോക്കും. പൈ പ്ലസ് പൈ ബൈ 6 എന്ന് പറയുന്ന ക്വാഡ്രന്റ് എവിടെ? പൈ എന്ന് പറഞ്ഞാൽ അതാണ്ട് കറങ്ങി ഇവിടം വരെ ആയപ്പോൾ പൈ ആയി. പൈയുടെ കൂടെ ഒരു പൈ ബൈ 6 കൂടെ കൂടി അല്ലേ. അപ്പോൾ അത് ഏത് ക്വാഡ്രന്റ് വന്നു? മൂന്നാമത്തെ ക്വാഡ്രന്റ് വന്നു. തേർഡ് ക്വാഡ്രന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം തേർഡ് ക്വാഡ്രന്റിൽ ആരാ പോസിറ്റീവ്?
ടാൻ മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ബാക്കിയുള്ള ആൾക്കാരെല്ലാം നെഗറ്റീവ്. ടാൻ പോസിറ്റീവ് ആണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ ടാൻ ആയ കോട്ടും എന്ത് തന്നെയാണ്, പോസിറ്റീവ് തന്നെയാണ്. സോ ടാനും കോട്ടും മാത്രമേ ഉള്ളൂ എന്തോന്ന് അവിടെ പോസിറ്റീവ്, ബാക്കിയുള്ള ആൾക്കാരെല്ലാം എന്താ നെഗറ്റീവ്. സോ ഇവൻ ആരായിരിക്കും, ഇവൻ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇവൻ പോസിറ്റീവ് ആവുന്ന സ്ഥലം ഏതാ, കൊസീക്ക് എന്ന് പറഞ്ഞാൽ ആരാ, 1/sin. അപ്പം സൈൻ പോസിറ്റീവ് ഉള്ളിടത്തല്ല കൊസീക്ക് എന്ത് തന്നെയായിരിക്കും, പോസിറ്റീവ് തന്നെയായിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും സൈൻ എന്താ, പോസിറ്റീവ്. സൈൻ പോസിറ്റീവ് ആണെങ്കിൽ 1/sin ആയിട്ടുള്ള കൊസീക്കും എന്ത് തന്നെയായിരിക്കും, പോസിറ്റീവ് തന്നെയായിരിക്കും. സോ 1ലും 2ലും വരുന്നെങ്കിൽ ഇവൻ പോസിറ്റീവാണ്. പക്ഷേ ഇവൻ വന്നേക്കുന്നത് ഇപ്പോൾ ഇവിടെ തേർഡ് ക്വാഡ്രന്റിലാണ്, കാരണം π + π/6 മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ് വന്നേക്കുന്നത്. സോ ഇവൻ എന്താ, നെഗറ്റീവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും, മൈനസ് കൊസീക്ക് π/6 എത്ര, നമുക്ക് കോസ് π/6 അറിയാം, അല്ല സോറി സൈൻ π/6 അറിയാം. സൈൻ π/6 എത്ര, 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, 1/sin. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 1/2ൻ്റെ നേർ റെസിപ്രോക്കൽ എടുത്താൽ മതി. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, കൊസീക്ക് π/6 കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് സൈൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക് എന്ന് പറയാം. സൈൻ π/6 എത്ര, സൈൻ π/6 1/2 ആണ്. സോ സൈൻ π/6 1/2 ആണെങ്കിൽ അതിൻ്റെ നേരെ തലവിച്ചങ്ങ് എഴുതിയാൽ മതി, 2/1 എന്ന് എഴുതിയാൽ മതി. സോ കൊസീക്ക് π/6 എത്ര, 2. കൊസീക്ക് π/6 എത്ര, 2. സോ അത് -2 കിട്ടി. ഓക്കെ, വാല്യൂവും കൂടെ ചേർത്ത് വെച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, -2 കിട്ടി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാ, കൊസീക്ക് സ്ക്വയർ 7π/6. അപ്പം -2നെ എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. -2നെ സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും, -2ൻ്റെ സ്ക്വയർ 4 കിട്ടും അല്ലേ. സോ 4 ഇൻറ്റു, അപ്പോൾ ഈ ടേം കഴിഞ്ഞു. ഇനി ആരാ, കോസ് സ്ക്വയർ π/3 ഉണ്ട്. കോസ് π/3 എത്ര, കോസ് 1/2 ആണ്. 1/2ൻ്റെ സ്ക്വയർ ചെയ്യുമ്പം 1/4 കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു, കണ്ടോ എല്ലാ വാല്യൂസും ആയി, ഇനി ഒന്നുമില്ല ചെയ്യാം. 2ഉം 4ഉം കൂടെ കട്ട് ചെയ്യാം, അപ്പോൾ എന്ത് കിട്ടും, 1/2 പ്ലസ് 4ഉം 4ഉം കട്ട് ചെയ്താൽ എന്ത് കിട്ടും, 1. വിച്ച് ഈസ് ഈക്വൽ ടു 1 + 1/2 എത്ര, വേണ്ട ക്രോസ് മൾട്ടിപ്ലൈ, 1 + 2 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 3/2. ഓക്കെ, സോ LHS ഈസ് ഈക്വൽ ടു RHS, ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുന്നോ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യും, തന്നെ ചെയ്ത് നോക്കും. ഞാൻ നിങ്ങളുടെ ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇങ്ങോട്ടൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കോട്ട് സ്ക്വയർ π/6. കോട്ട് സ്ക്വയർ π/6 എത്ര, കോട്ട് π/6 എത്ര, കോട്ട് π/6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/tan π/6. ടാൻ π/6ൻ്റെ വാല്യൂ അറിയാം, ടാൻ π/6ൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ടാൻ π/6 എത്ര, ടാൻ 30 ഇല്ലയോ. ടാൻ 30 എന്ന് പറയുമ്പോൾ 1/2 ഡിവൈഡ് ബൈ √3/2. സോ 1/√3 എന്ന് വരും. ഓക്കെ, 1/√3. ഇവിടെ നമുക്ക് ടാൻ സ്ക്വയർ π/6 വേണം അല്ലയോ, അപ്പോൾ അതും കൂടെ അങ്ങ് എഴുതി വയ്ക്കാം. ടാൻ സ്ക്വയർ π/6 ഈക്വൽ ടു അപ്പം 1/3 എന്ന് വരും. ഇനി അതേപോലെ ടാൻ π/6 1/√3 ആണെങ്കിൽ കോട്ട് π/6 എന്തോ വരും, എൻ്റെ നേരത്തെ തലരിച്ചങ്ങ് എഴുതിയത് എത്ര, √3 വരും. ഓക്കെ, ആൾക്കാരെല്ലാം ആയി. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പറയാം കോട്ട് സ്ക്വയർ π/6. കോട്ട് സ്ക്വയർ π/6 എത്ര, √3യുടെ സ്ക്വയർ അല്ലേ, അപ്പോൾ അത് 3 വരും. പ്ലസ് കൊസീക്ക് ഓഫ് 5π/6 നമുക്ക് ചെയ്യാൻ അറിയാം. കൊസീക്ക് ഓഫ് 5π/6 എന്ന് പറഞ്ഞാൽ എത്ര, 5π/6 എന്ന് പറഞ്ഞാൽ π - π/6 അല്ലേ. 6 π/6 നിന്നും ഒരു π/6 കുറഞ്ഞാൽ മതി 5 π/6 കിട്ടും. സോ 6 π/6ൻ്റെ ആ 6ഉം നമ്മൾ കട്ട് ചെയ്യും അല്ലേ. ഇതെപ്പോഴും ഇങ്ങനെ മനസ്സിലാലോചിക്കരുത്, ഇത് എപ്പോഴും ഇങ്ങനെ ചെയ്തൊന്നും നോക്കണ്ട. ഈ സ്റ്റെപ്പൊന്നും എപ്പോഴും എഴുതുകയും വേണ്ട, മനസ്സിൽ ആലോചിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ അല്ലേ. 5 π/6 എന്ന് പറഞ്ഞാൽ എത്ര, 6 π/6ൽ നിന്ന് ഒരു π/6 കുറഞ്ഞാൽ. സോ 6ഉം കട്ട് ചെയ്യാൻ പറ്റും, π - π/6 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ കൊസീക്ക് ഓഫ് π - π/6 എന്ന് എഴുതാൻ പറ്റും. കൊസീക്ക് ഓഫ് 180 - θ എന്ത് തന്നെയാണ് നമുക്കറിയാം. ഫംഗ്ഷൻ എന്ത് ചെയ്യത്തില്ല, 180 + 180 - എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യത്തില്ല. സോ കൊസീക്ക് π/6 തന്നെ. ഇനി അത് ഏത് ക്വാഡ്രന്റിൽ വരും, π - π/6 ഏത് ക്വാഡ്രന്റ്, പൈയിൽ നിന്നും π/6 കുറഞ്ഞു. അപ്പോൾ ഇത് എവിടെ കിടക്കുക, സെക്കൻഡ് ക്വാഡ്രന്റിൽ കിടക്കുക. സോ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താ, പോസിറ്റീവ്. സൈൻ പോസിറ്റീവ് ആണെങ്കിൽ കൊസീക്ക് എന്ത് തന്നെയാണ്, പോസിറ്റീവ് തന്നെ. സോ സിംപ്ലി കൊസീക്ക് π/6 കണ്ടുപിടിച്ചാൽ മതി. കൊസീക്ക് π/6 ഓക്കെ നിങ്ങൾക്ക് അറിയുന്നോടെന്ന് വിചാരിക്കുക. സൈൻ π/6 അറിയാം. സൈൻ π/6 എത്ര, 1/2. അപ്പോൾ അതിൻ്റെ നേരെ തലതിരിച്ച് എഴുതുക 2. ഓക്കെ, സോ ഇതെന്ത് കിട്ടും, 2 കിട്ടും. പ്ലസ് 3 ഇൻറ്റു ഇനി എന്തുകൊണ്ട്, ടാൻ സ്ക്വയർ π/6 ഉണ്ട്, നമ്മൾ കണ്ടുപിടിച്ചല്ലേ, അത് എത്ര, 1/3. സോ 1/3 വിച്ച് ഈസ് ഈക്വൽ ടു 3 + 2 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 6. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, 2 sin സ്ക്വയർ 3π/4 + 2 cos സ്ക്വയർ π/4 + 2 sec സ്ക്വയർ π/3 ഈക്വൽ ടു 10 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ 2 ഇൻറ്റു സൈൻ സ്ക്വയർ 3π/4. 3π/4 എന്ന് പറഞ്ഞാൽ എത്ര, സൈൻ ഓഫ് 3π/4 എത്ര, സൈൻ ഓഫ് π - π/4 എന്ന് എഴുതാം അല്ലയോ.
സൈൻ 180 മൈനസ് തീറ്റ എന്ത് തന്നെയാണ്? സൈൻ തീറ്റ തന്നെ, സൈൻ π/4. സൈൻ π/4 എത്ര? 180 മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റ്? സെക്കൻഡ് ക്വാഡ്രന്റ്, പോസിറ്റീവ് തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. സൈൻ π/4 എത്ര? 1/√2. സോ സൈൻ സ്ക്വയർ 3π/4 എന്ത് കിട്ടും? സൈൻ 3π/4 1/√2 എന്ന് കിട്ടി ചെയ്ത് വന്നപ്പോൾ. അപ്പോൾ സൈൻ സ്ക്വയർ 3π/4 എന്ത് കിട്ടും? 1/√2ൻ്റെ സ്ക്വയർ, അതെന്താ? 1/2 പ്ലസ് 2 ഇൻറ്റു കോസ് π/4 എത്ര? 1/√2. കോസ് സ്ക്വയർ ആകുമ്പോൾ എന്ത് കിട്ടും? 1/2 എന്നാവും അത്. പ്ലസ് 2 ഇൻറ്റു സീക്ക് സ്ക്വയർ π/3. കോസ് π/3 എത്ര? സീക്ക് നമുക്ക് അറിയത്തില്ല. കോസ് എത്ര? കോസ് π/3 എത്ര? കോസ് π/3 അല്ലെങ്കിൽ കോസ് 60. കോസ് 60 എത്ര? 1/2. അപ്പം സീക്ക് π/3 എത്ര ആയിരിക്കും? നേരെ തലതിരിച്ച് എഴുതിയാൽ മതി, 2 ആവും. സീക്ക് സ്ക്വയർ π/3 എത്ര ആവും? 4 ആവും. സോ 2 ഇൻറ്റു 4 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? ഇത് കട്ട് ചെയ്ത് പോകും 1 പ്ലസ്, കട്ട് ചെയ്ത് പോകും 1 പ്ലസ് 4 ഇൻറ്റു 2 8 വിച്ച് ഈസ് ഈക്വൽ ടു 8 1 9 1 10. LHS ഉം RHS ഉം ഈക്വലായി, ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, സിമ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ഇതാ നോക്കിയാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി. സൈൻ 75 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എളുപ്പമാണ്, നമുക്കറിയാം. 75 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് 45 ഡിഗ്രിയുടെ കൂടെ ഒരു 30 ഡിഗ്രിയും കൂടെ കൂട്ടിയാൽ പോരെ. കാരണം എന്താ? 75 ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കാൻ അറിയത്തില്ല. പക്ഷെ നമുക്ക് അറിയാവുന്ന രണ്ട് വാല്യൂസിൻ്റെ സമ്മായിട്ട് അതിനെ എഴുതാൻ പറ്റുമോ? ഏതൊക്കെയാണ്? 45ഉം 30ഉം അല്ലയോ? 40 30 70 75. സോ ഈ 75നെ എനിക്ക് എന്ത് ചെയ്യാം? 45 + 30 എന്ന് എഴുതാം. സിമ്പിൾ ആൻസർ കിട്ടി. സൈൻ ഓഫ് 75 ഡിഗ്രി ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് 45 + 30. ആൻസർ ആയി. നമുക്ക് സൈനെ എക്സ്പാൻഡ് ചെയ്യാൻ അറിയില്ലേ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച എക്സ്പാൻഷൻ. സോ സൈൻ ഓഫ് a + b എന്തുവാ? സൈൻ എ കോസ് ബി പ്ലസ് ആൻസറിനുള്ളവനല്ലയോ പ്ലസ് ചെയ്യാൻ പറഞ്ഞാൽ പ്ലസ് ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. സോ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സൈൻ 45. സൈൻ 45 എത്ര? 1/√2 ഇൻറ്റു കോസ് 30 എത്ര? 1/2. സോറി, കോസ് 30 √3/2. കോസ് 30 എത്ര? √3/2. √3/2. സോ √3/2 പ്ലസ് കോസ് 45 1/√2. സൈൻ 30 1/2 വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടും? √3/2 √2 പ്ലസ് 1/2 സോ ഡിനോമിനേറ്റർ ഉണ്ട് സെയിം അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? √3 + 1 / 2 ഓക്കെ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ടാൻ 15 കണ്ടുപിടിക്കാം നമുക്ക്. ടാൻ 15 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം? 15 ഡിഗ്രിയെ 45 നിന്നും ഒരു 30 കുറഞ്ഞെന്ന് എഴുതിയാൽ മതി അല്ലേ? 45 ഡിഗ്രിയിൽ നിന്നും 30 ഡിഗ്രി കുറഞ്ഞാൽ എത്ര കിട്ടും? 15 ഡിഗ്രി കിട്ടും. സോ ടാൻ ഓഫ് 15 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? ടാൻ ഓഫ് 45 - 30 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്യും. ടാൻ ഓഫ് a - b എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടാൻ എ മൈനസ് ആണെങ്കിൽ മൈനസ് തന്നെ, ടാൻ ബി ഓക്കെ, ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ 45 1 മൈനസ് ടാൻ 30 എന്ന് പറയാം സൈൻ 30/cos 30 അല്ലേ? 1/2 ഡിവൈഡഡ് ബൈ √3/2. അപ്പോൾ 2 കട്ടി 1/√3 എന്ന് കിട്ടും. ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ 45 1. സോ 1 ഇൻറ്റു ടാൻ 30 എത്ര? ടാൻ 30 വീണ്ടും 1/√3 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു ഇതാ നോക്കിയാൽ √3 - 1 അല്ലയോ? ഡിവൈഡഡ് ബൈ √3 എന്ന് വരും. ദ ഹോൾ ഡിവൈഡഡ് ബൈ √3 + 1 ഡിവൈഡഡ് ബൈ √3 എന്ന് വരും. ഇത് രണ്ടും കട്ട് ചെയ്തു പോകും. വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് വരും? √3 - 1 ഡിവൈഡഡ് ബൈ √3 + 1. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ അറിയാം. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും അപ്പോൾ ഉറപ്പായിട്ടും ചെയ്യും. അങ്ങനെ ഏതാ നോക്കിയോ? നോക്കിയാൽ നമ്മുടെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രൂവ് ദ ഫോളോയിങ് കോസ് ഓഫ് π/4 - x ഇൻറ്റു കോസ് ഓഫ് π/4 - y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് π/4 - x ഇൻറ്റു സൈൻ ഓഫ് π/4 - y. ഓക്കെ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഇത് പ്രൂവ് ചെയ്യാൻ 1-2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോസ് ഓഫ് π/4 - x എക്സ്പാൻഡ് ചെയ്യും.
കോസ് ഓഫ് പൈ ബൈ 4 മൈനസ് വൈ എക്സ്പാൻഡ് ചെയ്യും. സോ ഇത് ഇൻഡിവിജ്വൽ ഓരോ ടേംസിനെ എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാമല്ലോ. കോസ് ഓഫ് എ പ്ലസ് ബിയും കോസ് ഓഫ് എ മൈനസ് ബി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം അറിയാം. സോ ആ റൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക എക്സ്പാൻഡ് ചെയ്യുക. അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 2 cos x cos y, 2 sin x sin y, അല്ലെങ്കിൽ 2 cos x sin y ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യുന്ന ടേമിലാക്കി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങളുടെ അതിനെക്കാട്ടി നല്ലൊരു മാർഗ്ഗമുണ്ട്. അതാ നിങ്ങൾ ഇതിനെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, ഇതിനെ ഒന്ന് നോക്കുക. അതാ നോക്കിയേ ഇവിടെ എന്താ കിടക്കുന്നത് കോസ് ഓഫ് ഈ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യനകത്ത് എന്താ കിടക്കുന്നത് കോസ് ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് പൈ ബൈ 4 മൈനസ് വൈ. സോ പൈ ബൈ 4 മൈനസ് എക്സിനെ ഞാൻ എ എന്ന് വിളിക്കുക, ഇതിനെ ഞാൻ ബി എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഇത് നോക്കിയേ സൈൻ ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് എന്താ പൈ ബൈ 4 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ അത് എ അല്ലേ. പൈ ബൈ 4 മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താ അത് ബി അല്ലേ. ആണ്. ഇത്രയും കാര്യം സംശയമില്ലല്ലോ. സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ കിടക്കുന്ന സാധനം എന്താടേ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണോ. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്ന് പറയുന്ന സാധനം കിടക്കുന്നത്. ഇത് ആരുടെ എക്സ്പാൻഷനാ കോസ് ഓഫ് എ പ്ലസ് ബിയുടെ എക്സ്പാൻഷൻ അല്ലേ. കോസ് ഓഫ് എ പ്ലസ് ബിയുടെ എക്സ്പാൻഷൻ എന്തോന്ന് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. നമ്മൾ പറഞ്ഞായിരുന്നു കോസ് അഹങ്കാരിയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യും പ്ലസ് ചെയ്യാൻ പറഞ്ഞാൽ അവൻ മൈനസ് ചെയ്യും. പിന്നെ അവൻ ആർക്കും ഒന്നും കൊടുക്കത്തില്ല, എല്ലാം ആദ്യമേ അവൻ തന്നെ മേടിക്കും. സോ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. സോ കോസ് ഓഫ് എ പ്ലസ് ബിയുടെ എക്സ്പാൻഷനാണ് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ ക്വസ്റ്റ്യൻ ഈസ് എന്താ LHS is equal to എന്താ കോസ് എ കോസ് ബി. Comparing with the result, we get LHS is equal to cos of എന്താ a plus b ആണെന്ന് മനസ്സിലാവും. ഓക്കെ ഓക്കെ which is equal to and we know that a is equal to a എത്രയാണെന്ന് നമുക്കറിയാം പൈ ബൈ 4 മൈനസ് എക്സ്. ബി എത്രയാണെന്നറിയാം പൈ ബൈ 4 മൈനസ് വൈ. ഓക്കെ നമുക്ക് വേണ്ടത് എന്താ കോസ് ഓഫ് എ പ്ലസ് ബി. സോ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്ര എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പൈ ബൈ 4 മൈനസ് എക്സ് പ്ലസ് പൈ ബൈ 4 മൈനസ് വൈ അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു പൈ ബൈ 4ഉം പൈ ബൈ 4 കൂടെ കൂട്ടി എത്ര കിട്ടും പൈ ബൈ 2 കിട്ടും. സോ പൈ ബൈ 2 അല്ലേ. പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 എത്ര പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 2 പൈ ബൈ 4 അല്ലേ. 2ഉം 4ഉം കട്ട് ചെയ്തു പൈ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ സോ പൈ ബൈ 2. ഇനി എന്തുകൊണ്ട് ഒരു മൈനസ് എക്സ് മൈനസ് വൈ ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് ഇൻ കോമൺ എടുക്കാം പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. മൈനസ് ഇൻ കോമൺ എടുത്താൽ എക്സ് നിന്ന് വൈ നിന്ന് മൈനസ് ഇൻ കോമൺ എടുത്താൽ പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് വൈ. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് ഈ എക്സ് പ്ലസ് വൈ. ഓക്കെ സോ കോസ് ഓഫ് 90 മൈനസ് തീറ്റ എന്താ നമ്മൾ പഠിച്ചതാ കോസ് ഓഫ് 180 പ്ലസ് 180 മൈനസ് ഒക്കെ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യത്തില്ല ചേഞ്ച് ചെയ്യത്തില്ല. പക്ഷേ കോസ് ഓഫ് 90 പ്ലസോ 90 മൈനസ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്ത് ചെയ്യും നേരെ അങ്ങ് തിരിയും അല്ലയോ. ഫംഗ്ഷൻ എന്താവും ഇവിടെ കോസ് ആണെങ്കിൽ അതെന്താവും സൈൻ ആവും. സോ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നാവും. ഇനി അത് നോക്കിയാൽ പൈ ബൈ 2 മൈനസ് തീറ്റ അല്ലേ. പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് നടന്നു കഴിഞ്ഞാൽ അതെന്താവും കോസ് എന്താവും സൈൻ ആവും. ഇനി പൈ ബൈ 2 മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റാ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ. പൈ ബൈ 2 മൈനസ് തീറ്റ കണ്ടോ പൈ ബൈ 2ൽ നിന്ന് ഒരു തീറ്റ കുറഞ്ഞു അത് ഏത് ക്വാഡ്രന്റിൽ വരത്തുള്ളൂ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരത്തുള്ളൂ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവാണ്. സോ ഈ കോസ് എന്താ പോസിറ്റീവ് തന്നെ, അത് നെഗറ്റീവ് ഒന്നുമല്ല കോസ് പോസിറ്റീവ് തന്നെയാണ്. സോ ആൻസർ എന്ത് കിട്ടും സിംപ്ലി സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. ഓക്കെ അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്ന രണ്ട് ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കും അതിനെ പ്ലസും മൈനസും ഒക്കെ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡ് നമ്മൾ ആ പഠിച്ച ഒരു മെത്തേഡ് ഉണ്ടല്ലോ ഒരു 3 ഇക്വേഷൻസ് ഉണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. ഇക്വേഷൻസ് പഠിക്കണം. ഓക്കെ സോ എന്നാലും അത് അറിഞ്ഞുകൂടെങ്കിലും നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. എന്നാലും ഞാൻ ആ രീതിയിലും കൂടെ ഞാൻ എന്ത് ചെയ്യാമെന്ന് സോൾവ് ചെയ്ത് കാണിക്കാം. നമുക്ക് ആ ഇക്വേഷനും കൂടെ ഒന്ന് ഉപയോഗിച്ച് പഠിക്കണമല്ലോ. ആ ഇക്വേഷനും കൂടെ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാമെന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഇക്വേഷനോടെ വെച്ചുകൊണ്ട് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. നോക്കിയേ അതൊരു അടുത്ത പേജിലോട്ട് എടുക്കാം. നമ്മുടെ ഈ കിടന്ന ആളെന്തായിരുന്നു കോസ് ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് പൈ ബൈ. ഓക്കെ കോസും മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. കോസും മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്ന ഇക്വേഷൻ ഏതാ നമ്മൾ ആ പഠിച്ച ഇക്വേഷൻ ഏതാ 2 cos x cos y എന്ന് പറഞ്ഞ് കിടക്കുക. കോസും മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക അല്ലേ. എയും ബിയും ഉപയോഗിക്കാം 2 cos A cos B കോസും മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. കോസ് മാത്രമേ ഉള്ളൂ അവിടെ. കോസ് മാത്രമേ ഉള്ളെങ്കിൽ ഉറപ്പായിട്ടും അതെന്തായിരിക്കും കോസ് തമ്മിൽ കൂട്ടിയേക്കുമായിരിക്കും.
ഓക്കെ. സോ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. എങ്ങനെയാ ഇക്വേഷൻ പഠിക്കേണ്ടതെന്നും എങ്ങനെയാ ഇത് വന്നതെന്നും ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലെക്ചർ പറഞ്ഞത്, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് അത് പഠിച്ച് വൃത്തിയായിട്ട് വന്നതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നില്ലേ, സൂപ്പറായിട്ട് വൃത്തിയായിട്ട് അതെല്ലാം പഠിച്ച് വെക്കണം. അത് പഠിക്കാനുള്ള ട്രിക്കും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കോസും മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ഉള്ളൂ, 2 ഇല്ല. സോ ശരിക്കും ആ 2ന് ഞാൻ എന്ത് ചെയ്യാം, അപ്പുറത്തോട്ട് കൊണ്ടുപോകും. സോ കോസ് എ കോസ് ബി ഈസ് ഈക്വൽ ടു എന്താ, കോസ് എ കോസ് ബി ഈസ് ഈക്വൽ ടു എന്താ, 1/2 ഇൻറ്റു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. ഓക്കെ. ഓക്കെ. സോ കോസ് ഓഫ് എക്സ് മൈനസ് വൈ. ഓക്കെ. സോ കോസും മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നത് വന്നു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. സോ നമുക്ക് അങ്ങനെ എക്സ് പ്ലസ്, പിന്നെ എക്സ് പ്ലസും എക്സ് മൈനസ് ഉപയോഗിച്ചല്ലോ, നമുക്ക് എയും ബിയും ഉപയോഗിക്കേണ്ടത്. എ പ്ലസ് ബിയും എ മൈനസ് ബിയും. കോസ് ഓഫ് എ പ്ലസ് ബിയും എ മൈനസ് ബിയും. ഓക്കെ. അങ്ങനെ ഏതാ നോക്കിയേ, എ പ്ലസ് ബി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്ര, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു, π/2 മൈനസ് എക്സ് പ്ലസ് വൈ. അത് നമുക്കറിയാം. ഇനി എ മൈനസ് ബിയും കൂടെ നമുക്ക് വേണം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എത്ര, π/4 പ്ലസ് എക്സ് എ മൈനസ് π/4 മൈനസ് എക്സ് എ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു π/4 പ്ലസ് എക്സ് എ മൈനസ് ഉണ്ടാകത്തോട്ട് കയറ്റാം, മൈനസ് π/4 മൈനസ് പ്ലസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു π/4ഉം കൂടെ എന്താവും, π/2 ആവും. π/2 പ്ലസ് π/4ഉം കൂടെ കട്ടായി പോകും അല്ലേ, ഒന്ന് പ്ലസ് π/4 ഒന്ന് മൈനസ് π/4 ആണ്. സോ അത് രണ്ടും എന്ത് ചെയ്യും, കട്ടായി പോവും. എക്സ് പ്ലസ് എക്സ് എന്താവും, 2x ആവും. സോ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താ, 2x ആവും. അത്രയും കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് π/2 മൈനസ് എക്സ് പ്ലസ് വൈ ആണെന്ന് കിട്ടി. എ മൈനസ് ബി എന്ന് പറയുന്നത് 2x ആണെന്ന് കിട്ടി. അങ്ങനെ ഏതാണ്ട് നോക്കിയേ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ, കോസും മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. കോസും മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നതിന് നമുക്ക് മാറ്റാൻ അറിയാം. എങ്ങനെ, ഹാഫ് കോസ് എ പ്ലസ് ബി, കോസ് ഓഫ് എ പ്ലസ് ബി. എ പ്ലസ് ബി എത്ര, π/2 മൈനസ് എക്സ് പ്ലസ് വൈ. സോ കോസ് ഓഫ് π/2 മൈനസ് എക്സ് പ്ലസ് വൈ. കോസ് എ പ്ലസ് എന്തുകൊണ്ട്, ഇനി കോസ് ഓഫ് എ മൈനസ് ബി ഉണ്ടല്ലേ, അതായത് കോസ് ഓഫ് എ മൈനസ് ബി നമുക്ക് എന്ത് കിട്ടി, 2x കിട്ടി, കോസ് 2x. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ടൈം മാറിക്കഴിഞ്ഞ് ഏതാണ്ട് ഇവനെ മാറ്റി നമ്മൾ. ഇനി ആരുണ്ട്, മൈനസ് സൈൻ എ സൈൻ ബി ഉണ്ട്. അതായത് സൈൻ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നൊരു ടേം ഉണ്ട് അല്ലേ, സൈൻ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നൊരു ടേം ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിനെ ഇനി എങ്ങനെ മാറ്റും നമ്മൾ, താന്ന് നോക്കിക്കേ, അതിനും നമുക്ക് ഇക്വേഷൻ അറിയാം. ഞാൻ താണ്ട് ഇങ്ങോട്ട് എഴുതാം, സൈനും മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കും അല്ലേ, സൈൻ എ സൈൻ ബി. നമുക്ക് ഇക്വേഷൻ അറിയാം. എന്തായിരുന്നു ഇക്വേഷൻ, -2 സൈൻ എ സൈൻ ബി ഈക്വൽ എന്താ, സൈൻ മാത്രമേ ഉള്ളൂ ഇക്വേഷനും. സൈൻ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, കോസിനെ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, കോസ് പിണങ്ങിപ്പോയത്, സൈനെ നെഗറ്റീവ് അടിപ്പിച്ചിട്ട് പിണങ്ങിപ്പോയത് അതുകൊണ്ടാണ് അല്ലേ. സോ കോസിനെ കുറച്ചിട്ടുണ്ട്. കോസ് ഓഫ് എ പ്ലസ് ബി മൈനസ് കോസ് ഓഫ് എ മൈനസ് ബി. കോസിനെ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. സോ കോസ് ഓഫ് എ പ്ലസ് ബി മൈനസ് കോസ് ഓഫ് എ മൈനസ് ബി. നമുക്ക് സൈൻ എ സൈൻ ബി, നമുക്ക് മൈനസ് സൈൻ എ സൈൻ ബി ഉണ്ടല്ലേ. സോ മൈനസ് സൈൻ എ സൈൻ ബി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, മൈനസ് സൈൻ എ സൈൻ ബി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആണ്ട് 2നെ അങ്ങോട്ട് താഴോട്ട് കൊണ്ടുപോയാൽ മതി. സോ 1/2 ഇൻറ്റു കോസ് ഓഫ് എ പ്ലസ് ബി മൈനസ് കോസ് ഓഫ് എ മൈനസ് ബി. ഓക്കെ. സോ ഇനി അടുത്ത ടൈം എന്തുവായിരുന്നു, മൈനസ് സൈൻ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. സോ മൈനസ് സൈൻ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തതിനെ നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി, പ്ലസ് 1/2 ഇൻറ്റു കോസ് ഓഫ് എ പ്ലസ് ബി മൈനസ് കോസ് ഓഫ് എ മൈനസ് ബി. കോസ് ഓഫ് എ പ്ലസ് ബി എന്താ, കോസ് ഓഫ് എ പ്ലസ് ബി കോസ് ഓഫ് π/2 മൈനസ് എക്സ് പ്ലസ് വൈ, π/2 മൈനസ് എക്സ് പ്ലസ് വൈ. ഓക്കെ. പ്ലസ് കോസ് 2x, മൈനസ് കോസ് 2x അല്ലേ, കോസ് തമ്മിൽ കുറച്ചേക്കും അല്ലേ, ഉണ്ടോ, മൈനസ് കോസ് 2x. ഇനി എന്ത് ചെയ്യുക, സിമ്പിൾ. ഇനി എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിടന്നിട്ടും ഹാഫ് എല്ലാത്തിനും കോമൺ ഉണ്ടല്ലേ. ഈ ടേമിൽ ഫസ്റ്റ് ടൈമിൽ ഹാഫ് ഉണ്ട്, സെക്കൻഡ് ടൈമിൽ ഹാഫ് ഉണ്ട്. സോ ഹാഫിനെ ഞാൻ മൊത്തത്തിൽ വെളിയിലെടുത്തു. ഇനി കോസ് ഓഫ് π/2 മൈനസ് എക്സ് പ്ലസ് വൈ എന്താ, കോസ് ഓഫ് π/2 മൈനസ് എക്സ് പ്ലസ് വൈ. കോസ് ഓഫ് 90 മൈനസ് തീറ്റ അതെന്താ, സൈൻ തീറ്റ. സോ അതിനെന്ത് ചെയ്യാം, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഫസ്റ്റ് ടൈം മാറി.
പ്ലസ് കോസ് 2x ഉണ്ട്. ഇനി ആരുണ്ട്? താ നോക്കിയാൽ 1/2 ഇങ്ങ് മാറിയായിരുന്നു. ഇനി അകത്താരുണ്ട്? പ്ലസ് കോസ് π/2 മൈനസ് എക്സ് പ്ലസ് വൈ ഉണ്ടല്ലേ. അത് പിന്നീട് എന്താവും? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ആവും. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. ഇനി ആരുണ്ട്? ഒരു മൈനസ് ഉണ്ടല്ലേ. സോ മൈനസ് കോസ് 2x ഉണ്ട്. മൈനസ് കോസ് 2x. അപ്പോൾ എല്ലാവരുമായി ഇനി നമുക്ക് ഇതാണ്ട് ആൻസറിലായി 1/2 ഇൻറ്റു നോക്കിയേ കോസ് 2x മൈനസ് കോസ് 2x എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈയും സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ മൊത്തം എത്ര സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ? 2 സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു 2 2 കട്ട് ചെയ്യും. ആൻസർ എന്ത് വരും? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. സോ ശരിക്കും പറഞ്ഞാൽ ഈ ആൻസറിലെത്താൻ നമ്മൾ മറ്റേത് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഈസി ആയിട്ട് മനസ്സിലായില്ലയോ? ഈസി ആയിട്ട് മനസ്സിലാവുമായിരുന്നു. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ പറഞ്ഞില്ല ആ റിസൾട്ട് അറിഞ്ഞൂടെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇനി എങ്ങാനും നമുക്കിവിടെ എയും ബിയും അങ്ങനത്തെ രീതിയിലല്ല വരുന്നതെങ്കിൽ മാത്രം ഒരു മാറ്റമുള്ളൂ. അങ്ങനെ ക്വസ്റ്റ്യൻ വരാറില്ല. അങ്ങനെ ക്വസ്റ്റ്യൻ വരാറില്ല. നമുക്ക് ഇങ്ങനെ തന്നെയൊക്കെ വരത്തുള്ളൂ. നമുക്ക് കമ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തായാലും എന്ത് ചെയ്യുക? ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, ഇക്വേഷൻ യൂസ് ചെയ്യാനും അറിഞ്ഞിരിക്കുക. അത് അറിയണമെന്ന് നിർബന്ധം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തതെന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തന്നത്. ഓക്കെ. സോ ആ സെറ്റ് ഓഫ് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഒരു 3 സെറ്റ് ഓഫ് ഇക്വേഷൻ ഉണ്ട്. കോസും മൾട്ടിപ്ലൈ ചെയ്യുന്നത്, സൈനും മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നത്, സൈനും കോസും മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, അത് 3ഉം പഠിച്ചേക്കുക. ഓക്കെ, ശരിക്കും 4 ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ 3 പഠിച്ചാൽ മതി. ആ 3 വെച്ചിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. tan of π/4 plus x divided by tan of π/4 minus x is equal to 1 plus tan x the whole 1 plus tan x divided by 1 minus tan x the whole square. ഓക്കെ, എളുപ്പം പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഇത്ര ആലോചിച്ച് ചെയ്യും. നമുക്കിവിടെ കിടക്കുന്ന എന്താ? tan of π/4 plus x LHS നോക്കുക. ഓക്കെ, tan of π/4 plus x ഡിവൈഡ് ബൈ tan of π/4 മൈനസ് x നടപ്പുണ്ട്. നമുക്ക് ഈസിയാണ്. നമുക്കിത് കാണുമ്പോൾ tan of π/4 plus x നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. tan of π/4 മൈനസ് x എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾ എന്തിനാ ഇതൊക്കെ പഠിച്ചേ? എക്സ്പാൻഡ് ചെയ്യുന്ന റൂൾ എന്തിനാ പഠിച്ചത്? എക്സ്പാൻഡ് ചെയ്യാനാ. സോ ഇവിടെ കിടക്കുന്ന സാധനത്ത് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. tan of π/4 plus x tan of a plus b യുടെ എക്സ്പാൻഷൻ എന്തായിരുന്നു? tan a plus tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b അല്ലേ. അതേപോലെ tan of a മൈനസ് ബിയുടെ എക്സ്പാൻഷൻ എന്തായിരുന്നു? ഒന്നുമില്ല, tan a മൈനസ് tan b ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan a tan b. സോ അതങ്ങ് ചെയ്ത് കൊടുത്താൽ മതി, ആൻസർ ആവും. സോ tan of π/4 പ്ലസ് എക്സ് നമുക്കറിയാം. tan π/4 പ്ലസ് tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan π/4 ഇൻറ്റു tan x the whole divided by tan π/4 minus tan x divided by 1 plus tan π/4 into tan x which is equal to, അതാ നോക്കിയാൽ tan π/4ന്റെ വാല്യൂ, tan π/4 എന്ന് പറഞ്ഞാൽ എത്ര? 1. സോ 1 plus tan x divided by 1 minus tan π/4 എന്താവും? 1 ആവും. സോ 1 minus 1 into tan x അല്ലെങ്കിൽ 1 minus tan x the whole divided by, ഇവിടെ എന്താ? ഇവിടെയും 1 minus tan x divided by 1 plus tan x എന്ന് വരും. ആൻസർ ആയി കഴിഞ്ഞില്ലേ? സോ അതാ നോക്കിയാൽ 1 plus tan x divided by 1 minus tan x നമുക്ക് എന്താ ഉള്ളത്? 1 plus tan x divided by 1 minus tan x ഉണ്ട്. the whole divided by എന്തുകൊണ്ട്? നമ്മുടെ അടിയിലൊട്ടും കൂടെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? നേരെ റെസിപ്രോക്കൽ എടുത്ത് മേളിൽ എഴുതാം അല്ലയോ. സോ 1 പ്ലസ് tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x. കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നില്ലയോ? 1 ഡിവൈഡഡ് ബൈ 1/2 ഉണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2/1 എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 3/2 ഉണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം അല്ലേ. 1 ഇൻറ്റു 2/3 എന്ന് എഴുതാം. അത്രേ ഉള്ളൂ. 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് ഉണ്ടായിരുന്നു. ദ ഹോൾ ഡിവൈഡഡ് ബൈ ഒരു സാധനം കിടപ്പുണ്ട്. റെസിപ്രോക്കൽ എടുത്ത് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, സോ 1 പ്ലസ് tan x ഇൻറ്റു 1 പ്ലസ് tan x എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് tan x ഇൻറ്റു 1 പ്ലസ് tan x 1 പ്ലസ് tan x ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x ദ ഹോൾ സ്ക്വയർ അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x ദ ഹോൾ സ്ക്വയർ. ഓക്കെ.